നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. കോഴിക്കോട് മുക്കത്ത് ഒരു നടക്കുന്ന വാർത്ത ഉണ്ടായിരിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വിശദമായി നോക്കാം എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. കോഴിക്കോട് മുക്കത്ത് നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കോഴിക്കോട് മുക്കം കാരശ്ശേരി പഞ്ചായത്തിലെ കൊടിയത്തൂരിൽ +2 വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗോതമ്പ് റോഡ് പാലക്കുടിയിൽ ജയപ്രകാശ് റജില ദമ്പതികളുടെ മകളെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 17 വയസ്സുകാരിയാണ്. വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തോട്ടുമുക്കം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ മുക്കം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകി. എന്താണ് കാരണം, അതായത് എന്തിന് പെൺകുട്ടി ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാവുകയാണ്. തീർച്ചയായിട്ടും ആ വീട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ഒരു ആഘാതമാണ് സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും കുഞ്ഞു പ്രായത്തിലെ ഒരു പെൺകുട്ടി അത് തൂങ്ങി മരിക്കാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യമൊക്കെ ശക്തമാകുന്നു. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരും. മറ്റൊരു വാർത്ത നോക്കാം. കർണാടകയിലെ കൂടക് ജില്ലയിലെ ഹള്ളിക്കട്ടിലെ CET കോളേജിൽ കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. 1ാം വർഷ AIML ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിദ്യാർത്ഥിനിയായ ജസ്നിയാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ചത്. 19 വയസ്സുകാരിയാണ് കോളേജ് ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്തത്. പരീക്ഷയിൽ തോറ്റത് കാരണമാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. 3 ദിവസം മുൻപ് ജസ്നി സുഹൃത്തുക്കളോടൊപ്പം തൻ്റെ ജന്മദിനം ആഘോഷിച്ചിരുന്നു. മാത്രമല്ല ക്ലാസ്സിലെത്തി സുഹൃത്തുക്കൾക്ക് മധുരവും വിതരണവും ചെയ്തിരുന്നു. വൈകിട്ട് 4 മണിക്ക് തിരിച്ച് ഹോസ്റ്റലിലെത്തിയാണ് കുട്ടി ഇത്തരത്തിൽ കടുങ്കൈ ചെയ്തിരിക്കുന്നത്. 4:30 സഹപാഠി എത്തിയപ്പോൾ വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. കതകിൽ തട്ടി വിളിച്ചിട്ടും തുറക്കാതെ വന്നതോടെ ഹോസ്റ്റൽ വാർഡനെ വിവരം അറിയിച്ചു. വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് മുറിക്കുള്ളിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൊന്നമ്പേട്ട പോലീസാണ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതും പോലീസ് തന്നെയാണ്. പരീക്ഷയിൽ 6ഓളം വിഷയങ്ങളിൽ പരാജയപ്പെട്ടിരുന്നു പെൺകുട്ടി. അതുകൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പെൺകുട്ടി വ്യക്തമാക്കിയിരുന്നത്. റായ്ചൂർ നിവാസിയായ മഹന്തപ്പയുടെ ഏക മകളായിരുന്നു ജസ്വിനി. മാത്രമല്ല മറ്റൊരു സംഭവം നമ്മളെ ഈ ഇടയ്ക്ക് വളരെയധികം നടുക്കിയൊരു വാർത്തയായിരുന്നു. ഈ ആലപ്പുഴ കരുവാറ്റയിൽ 38കാരനും +1 വിദ്യാർത്ഥിനിയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവം അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന ഒരു വാർത്തയായിരുന്നു. ചെറുതന ശ്രീജിത്ത് ഹരിപ്പാട് നടുവട്ടം കാട്ടിൻചിറയിൽ രവീന്ദ്രൻ നായർ വിമല ദമ്പതികളുടെ മകളാണ് മരിച്ചത്. ശ്രീജിത്തിൻ്റെ ഭാര്യയുടെ വീടിന് സമീപമായിരുന്നു ഈ പെൺകുട്ടിയുടെ വീട്. ഇരുവരും തമ്മിലുള്ള ബന്ധം അതിനെ ചൊല്ലി വീട്ടിൽ തർക്കമുണ്ടായിരുന്നു. മാത്രമല്ല പോലീസിൽ പരാതി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇരുവരും ആത്മഹത്യ ചെയ്തത്. ചുരുക്കം ചില പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം നിർത്തുന്ന സ്റ്റേഷനായിരുന്നു കരുവാറ്റ. ബൈക്കിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശേഷം ഇരുവരും 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിച്ച് നിൽക്കുന്നത് നാട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു. കരുവാറ്റയിൽ സ്റ്റോപ്പില്ലാത്ത കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് എത്തിയതോടെ ഇരുവരും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു. ഷാംപൂ വാങ്ങാൻ കടയിൽ പോകുകയാണെന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങിയത്. ഹരിപ്പാട് HS സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായിരുന്നു പെൺകുട്ടി. ശ്രീജിത്തിൻ്റെ ഭാര്യയുടെ വീടിന് സമീപമാണ് ഈ പെൺകുട്ടിയുടെ വീട്. ഇവർ തമ്മിൽ അടുപ്പമാകാനും ഇത് കാരണമായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശ്രീജിത്തുമായുള്ള അടുപ്പത്തിൽ നിന്ന് ദേവികയെ പിന്തിരിപ്പിക്കാൻ വീട്ടുകാർ കഴിവതും ശ്രമിച്ചു. പക്ഷേ ആ ഒരു ശ്രമമൊക്കെ പരാജയപ്പെട്ടു. പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ സംഭവം എത്തുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ശ്രീജിത്ത് വിവാഹിതനായ ഒരു വ്യക്തിക്കൊപ്പം ഭാര്യയും നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇയാൾ 17 വയസ്സുകാരിയോട് അടുപ്പം സ്ഥാപിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ആ ബന്ധത്തിൽ നിന്നും പെൺകുട്ടിയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ പിന്മാറ്റം ചെയ്യാൻ ഒരുപാട് കഴിവതും ശ്രമിച്ചു ബന്ധുക്കൾ. പക്ഷേ എല്ലാം അവസാനിച്ചത് വലിയൊരു ദുരന്തത്തിലായിപ്പോയി. വിദ്യാർത്ഥിനിയുമായി സ്റ്റേഷനിലേക്ക് എത്താൻ ശ്രീജിത്ത് ഉപയോഗിച്ച ബൈക്ക് അടുത്ത ബന്ധുവിൻ്റേതാണ് എന്നാണ് നിഗമനം. ആലപ്പുഴ ഹരിപ്പാടിന് സമീപം ഇവരുടെ ബൈക്കൊക്കെ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ഗേറ്റ് കീപ്പറും ലോക്കോ പൈലറ്റുമാർ അടക്കം ഈ ഒരു സംഭവത്തിന് ദൃക്സാക്ഷികളായിരിക്കുകയാണ്. ചീറിപ്പാഞ്ഞു വന്ന ട്രെയിനിന് മുന്നിലേക്ക് ഇരുവരും ചാടുകയായിരുന്നു. ട്രെയിൻ ഇടിച്ച വിവരം ലോക്കോ പൈലറ്റ് ആലപ്പുഴയിലെത്തി റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവത്തെ തുടർന്ന് ട്രെയിൻ 20 മിനിറ്റോളം പിടിച്ചിടുന്ന സാഹചര്യമുണ്ടായി.
കരുവാറ്റയിൽ സ്റ്റോപ്പില്ലാത്ത ട്രെയിനായതിനാൽ വേഗത്തിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുകയായിരുന്നു. ഇതോടെ ഇരുവരും ചെരുപ്പ് അഴിച്ചു വയ്ക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർ ചാടരുത് എന്ന് ഉറക്കെ വിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ട്രെയിൻ അടുത്തു വന്നതോടെ ഇരുവരും ഒന്നിച്ച് ട്രെയിൻ മുന്നിലേക്ക് ചാടുകയായിരുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആത്മഹത്യാ വാർത്തകൾ അല്ലെങ്കിൽ എല്ലാം ഒരു പ്രശ്നത്തിന് പരിഹാരം ആത്മഹത്യയാണ് എന്നൊരു ചിന്ത അതിലേക്ക് നയിക്കപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും വളരെ വേദനാജനകവും അതുപോലെ തന്നെ നടുക്കുന്നതും തന്നെയാണ്. ഈ ഇടയ്ക്ക് നമ്മൾ കേട്ട ഒരുപാട് വാർത്തകൾ അത്തരത്തിലുള്ളത് തന്നെയാണ്. അതായത് ആത്മഹത്യയിലേക്ക് പലരും കടന്നു പോകുന്നു എന്നത്. തീർച്ചയായിട്ടും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം സ്വന്തമായിട്ട് കണ്ടെത്തുക അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ ശ്രമിക്കുക, മറിച്ച് മരണം തിരഞ്ഞെടുക്കാതിരിക്കുക എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും ആ സാഹചര്യത്തിൽ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് എത്തുക എന്നതും വലിയൊരു വെല്ലുവിളി തന്നെയാണ്.